വീടിൻ്റെ മെയിൻ സ്പേസ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത്. പൊതുവേ നമ്മുടെ ബാൽക്കണിയൊക്കെ സ്പേസ് കുറവാണ്. ഇവിടെ എന്താ സ്പേസ്, നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പില്ലർ വരുന്നിടം വരെ ഉള്ളായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ട് മിക്ക മെറ്റീരിയൽസും കിട്ടുന്നില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇഷ്ടംപോലെ മീനുണ്ട്, മീനെ കണ്ടുപിടിക്കാം, അതാണ് ബാത്റൂമിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ നേരെ വരുന്നത് ഹാളിലേക്കാണ്. ഹാളിലെ ഓരോ വിശേഷങ്ങൾ പരിചയപ്പെടുത്തരാം. നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ കോമൺ ടോയ്ലറ്റ് വരുന്നതിന് മുന്നേ ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്ടോ ഹോം സൊല്യൂഷൻസ്. യൂട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കരുവാറ്റയിലാണ്. കരുവാറ്റയിൽ നമ്മൾ 2 നിലകളിലായിട്ട് 3 ബെഡ്റൂം, അതുപോലെ തന്നെ 3 ബാത്റൂം, ഡൈനിങ്, ലിവിങ്, കിച്ചണ്, വർക്ക് ഏരിയ എല്ലാം ഉൾപ്പെടുന്ന അതിമനോഹരമായ വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ യൂട്ടോ ഹോം സൊല്യൂഷൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം. നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ 3 വാളയുടെ ഒരു വിൻഡോ, മുകളിലായിട്ടൊരു 3 വാളയുടെ വിൻഡോ, അതുപോലെ C ഷേപ്പിലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചെങ്കലിൻ്റെ ഒരു കളറിലെ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് നമ്മളൊരു ഡാർക്ക് ഗ്രേയുടെ ഒരു പെയിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ നേരെ മുകളിലോട്ട് തന്നെ ഈ 9 ഇഞ്ച് പ്രൊജക്ഷനിൽ നമ്മൾ നേരെ ഡിസൈൻ പോകുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. പിന്നെ മുകളിലായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് താഴോട്ടൊരു സ്ലാവ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ സിറ്റൗട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് ബ്ലാക്ക് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെളിയിൽ 2 വാളിയുടെ ഫ്രഞ്ച് വാളി വിൻഡോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരെ അകത്തെ വിശേഷങ്ങളോട്ട് പോകാം. അപ്പം നമ്മൾ നേരെ വരുന്നത് ഹാളിലേക്കാണ്. ഹാളിലെ ഓരോ വിശേഷങ്ങൾ പരിചയപ്പെടുത്തരാം. അപ്പം മൊത്തത്തിൽ ഹാളിന്റെ സൈസ് എത്രയാണ്? ഹാളിന്റെ സൈസ് വരുന്നത് 12x11 വരുന്നത്. 4x2 ഗ്ലോസി ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ കളർ പറയുന്നത് നമുക്ക് ഒട്ടും വരുന്നില്ല. എല്ലാ കളറും ഇതിനകത്ത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റീലിന്റെ വിൻഡോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് വിൻഡോയും ഒരു 3 വാളയുടെ വിൻഡോയും ഉണ്ട്. പിന്നെ ഇത് കട്ടള വന്നിട്ട് സ്റ്റീലാണ്. ഡോറ് വന്നിട്ട് ഷീലാഞ്ചി അല്ലെങ്കിൽ പൂവരശം എന്ന് പറയാതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ വൈറ്റ് ആണ് നമ്മൾ പെയിന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 6 വാട്ട്സിന്റെ 2 ലൈറ്റും 3 വാട്ട്സിന്റെ 2 ലൈറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് TV യൂണിറ്റ് പരിചയപ്പെടുത്താം. നമുക്ക് വെറൈറ്റി രീതിയിലുള്ള TV യൂണിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോക്കകത്ത് എല്ലാവരും പറയാം എല്ലാം വെറൈറ്റി ആണ്, ഞങ്ങൾക്കെല്ലാം വെറൈറ്റി തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പിന്നെ അവിടെ ഒരു ലൂമിനർ ഷീറ്റ് നമ്മൾ ടൈലിന്റെ ഡിസൈനുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് ലൂമിനർ ഷീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊരു വുഡൻ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ലുക്ക് അല്ലേ കാണാനായിട്ട്? നല്ല അത്യാവശ്യം പിന്നെ സെറ്റിംഗ് കാര്യങ്ങളും ഇടാം, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് നേരെ അടുത്തത് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് ചെറിയൊരു പാസേജ് ആണ്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകുന്നത്. പിന്നെ ഡൈനിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു സ്റ്റെയർ ഉണ്ട്. സ്റ്റെയറിൽ നമ്മൾ ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടത്തെ ചേട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ചെറിയ കുറച്ച് പണി ഇവിടെ ബാക്കിയുണ്ട് സ്റ്റെയറിൻ്റെ. അപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് 11x10. പിന്നെ അവിടെ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? വാഷ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സൊമാനിയുടെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ PVC ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3 വാളയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീൽ തന്നെയാണ്? ഇത് സ്റ്റീലാണ്, എല്ലാം സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒത്തിരി നാളായി നമ്മുടെ വീഡിയോക്കകത്ത് കണ്ടിട്ടുള്ള വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ലിക്വിഡ് വാൾപേപ്പർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് ലാവണ്ടർ ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം കറണ്ട് ഇല്ല, അത്യാവശ്യം ഇൻവെർട്ടറിലൂടെ ലൈറ്റ്സ് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ടൈലെല്ലാം നമ്മൾ സെയിം ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ സെയിം ടൈലാണ്. കിച്ചണകത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ പിന്നെ ഫിനിഷിലുള്ള ടൈല് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് പോകാം. നമ്മുടെ ഈ റൂമിൻ്റെ സൈസ് വരുന്നത് 10x10. ഇവിടെ പിന്നെ 3 വാളയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 വാളയുടെ ജനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെയിം ടൈപ്പിലെ ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡിലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലെ പെയിന്റ് നമ്മൾ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ വാളും വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഏകദേശം 2 വർഷത്തിന് മേളിലായി ഈ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ട്.
കാരണം വേറൊന്നും കൊണ്ടല്ല, അവർ ഗൾഫിലായിരുന്നു. അന്നേരം അവർ വന്നതിന് ശേഷം പണി ഫിനിഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂമിനകത്തല്ല ട്യൂബ് ലൈറ്റും പിന്നെ LED ബൾബിൻ്റെ പോയിന്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഹാളിൽ മാത്രമേ നമ്മൾ സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുള്ളൂ. അവർ ജിപ്സം ചെയ്യണം അങ്ങനെ കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് മാറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയേക്കുന്നത്. പിന്നെ ആങ്കറിൻ്റെ ശിവ എന്ന് പറഞ്ഞ ബ്ലാക്ക് സ്വിച്ചസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡോറ് വുഡാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്യൂബ് ലൈറ്റ് എല്ലാം ലൂക്കറിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ എവിടെ വേണം, ഒരു കോമൺ ബാത്ത് ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോയാലോ? അവിടെ പോ. നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ കോമൺ ടോയ്ലറ്റ് വരുന്നതിന് മുന്നേ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത്. അത് നമ്മുടെ ഡോറ് പുറത്തോട്ടാണ് വരുന്നത്, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിൽ സ്പേസ് കുറവാണ്, അതുകൊണ്ട് അത്യാവശ്യം അവർക്കൊരു കോമൺ ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പിച്ചെടുത്ത സാധനമാണിത്. അതൊരു ചെറിയൊരു ടോയ്ലറ്റ് ആണിത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടൈലാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഗ്രേ ആൻഡ് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വരുന്നുണ്ട്, അങ്ങനത്തെ ടൈലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഫിറ്റിങ്സ് എല്ലാം സൊമാനിയുടെ സെറയുടെ കൂടെ ഫിറ്റിങ്സ് ആണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സോസ് ഫാൻ, ലൈറ്റ്, ഷവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ പാലുകാച്ച് എന്ന് പറയുന്നത് മറ്റന്നാളാണ്. അന്നേരം അതിൻ്റെ കട്ടയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് സദയം ക്ഷമിക്കുക. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമിനകത്ത് 3 വാളുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, 2 വാളുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ റൂമിൻ്റെ സൈസ് വരുന്നത് 12x10 മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡിൻ്റെ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ പൊന്നിസ് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് നല്ല റോസാപ്പൂവിൻ്റെ 3D പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിനകത്ത് നമ്മൾ സോമാനിയുടെ സെറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ഡോൾഫിൻ്റെ പടമൊക്കെ ഉള്ള ടൈലാണ് ഇതിനകത്ത്. ഇഷ്ടംപോലെ മീനുണ്ട്, മീനെ കണ്ടുപിടിക്കാം, അതാണ് ബാത്റൂമിന്റെ പ്രത്യേകത. ഡോൾഫിന്റെ ടൈലും കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്, കുഞ്ഞു വാഷ് ബേസിൻ. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ മേളത്തെ ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ 3 ബർഗോള ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസ് ഇടാനുണ്ട്, ഗ്ലാസ് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ട് മിക്ക മെറ്റീരിയൽസും കിട്ടുന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ആ താഴത്തെ സെയിം ആളുടെ സ്പേസ് ആണ്, ലിവിങ് സ്പേസ് തന്നെയാണ് മേളിലും വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു പാസേജ് വരുന്നത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. താഴത്തെ സെയിം ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വാളുടെ വിൻഡോയും ഇവിടെ 2 വാളുടെ വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ടോയ്ലറ്റ്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നല്ല 3D പ്രിന്റ് വരുന്ന ഡോറാണ് കൊടുത്തിട്ടുള്ളത്. താഴെ മീനാണെങ്കിൽ മേളിൽ പൂക്കൾ കൊണ്ട് അലങ്കൃതമായ ഒരു ബാത്റൂമാണ്. അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ്, അതുപോലെ തന്നെ ലോങ് ബോഡി ടാപ്പ് സെറ, സൊമാനിയുടെ, പിന്നെ നമ്മുടെ ഷവർ കോക്ക് സെറ, ക്ലോസറ്റ് സൊമാനിയ, ഇതെല്ലാം ബ്രാൻഡഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സോസ് ഫാൻ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് നേരെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്, ആ ബാൽക്കണിയിലോട്ട് പോകാം. ഇത് നമ്മൾ ഡോറ് പൂരശിലാണ് ചെയ്തിരിക്കുന്നത്. കട്ടള വന്നിട്ട് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ടെസ്റ്റ് വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇത് കൈവരി അവർ തന്നെയാണ് ചെയ്തത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആയിട്ടൊരു സ്പേസ് വന്നിട്ടുണ്ട്. ആ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്, അതവർ പിന്നീട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ടെസ്റ്റ് വർക്കിൽ ഒരു ഡിസൈൻ കൊടുത്തതാണ്, ഒരു വെറൈറ്റി ഒരു പാറ്റേൺ കൊടുത്തതാണ്. പിന്നെ ഇവിടെ നമ്മൾ സെയിം പാറ്റേൺ ഗ്ലോസി ടൈപ്പ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 ഇവിടെ എല്ലാം നമ്മൾ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. പൊതുവേ നമ്മുടെ ബാൽക്കണിയൊക്കെ സ്പേസ് കുറവാണ്. ഇവിടെ എന്താ സ്പേസ്, നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പില്ലർ വരുന്ന വരെ ഉള്ളായിരുന്നു. പിന്നെ ഞാനൊരു ഐഡിയ എടുത്തിട്ടാണ് നമ്മൾ അത്രയും വലുതാക്കിയിട്ട് അവിടെ ഒരു വെറൈറ്റി ഡിസൈൻ ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള, നമ്മൾ ഭാഗത്ത് അത്രയും ചൂടത്തുനിന്ന് വന്നിട്ടും മനോഹരമായിട്ടുള്ള കാറ്റും കാര്യങ്ങളും, നല്ല എന്താ പറയുക, അത്യാവശ്യം വൈകിട്ടൊക്കെ വന്നിരിക്കാനും എല്ലാം നല്ല രസമായിരിക്കും. നമ്മുടെ ഒന്നും വീട്ടിലില്ലാത്തൊരു രസമുണ്ട് ഇവിടെ അല്ലേ ഇരിക്കുമ്പോഴത്തേക്ക് അല്ലേ. എന്ത് ജാടി വർക്കിന്റെ ഡിസൈൻ ചെയ്യാനാണോ അതോ
ജാളി സൈഡിലൊരു ജാളിയൊക്കെ ചെയ്തിട്ട് ഒരു പറക്കോള കൂട്ടൊക്കെ ഒരു വെറൈറ്റി സാധനമാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പിന്നീട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് വീടിൻ്റെ മെയിൻ സ്പേസ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത്. കിച്ചനകത്ത് നമ്മളൊരു ബ്ലൂ ഷെയ്ഡ് കബോർഡ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും. ഇത് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം നല്ല സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഒരു 20x16 ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സോക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോണിൻ്റെ ഡിസൈനുള്ള വൈറ്റ് കളർ ടൈലാണ് 4x2 നമ്മൾ വാളിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വർക്ക് ഏരിയയിലോട്ട് ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം കൂടെ കാണിക്കാനുള്ള ഇത് കാരണമാണ്. ഇവിടെ പിന്നെ 3 പാളിയുടെ ജെല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്പേസ് എന്തിനാ? ഇത് നമ്മൾ പൈൻവുഡിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്കോട്ട് വെൽഡ് ചെയ്ത് പൈൻവുഡിലാണ് ചെയ്തിരിക്കുന്നത്. കറണ്ട് വന്നോ ജസ്റ്റ് അവിടെ കറണ്ട് വന്നിട്ടില്ല. പാലുകാച്ചൽ വീഡിയോയ്ക്കകത്ത് നമ്മൾ ലൈറ്റ്സ് എല്ലാം ഇട്ടുള്ള വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്താതെ എന്നാൽ നമ്മൾ പൈൻ്റെ വുഡിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറി അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ സ്ട്രിപ്പും കാര്യങ്ങളും LED സ്ട്രിപ്പും കാര്യങ്ങളും പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയക്കകത്ത് സെയിം കബോർഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വാളിൽ നമ്മൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റും ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 വാളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 18 ഒരു സിങ്കും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് നോർമൽ സിങ്കും നമ്മുടെ കിച്ചണകത്ത് ചെയ്തിരിക്കുന്നത് ഹാൻഡ് മെയ്ഡ് സിങ്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും സന്തോഷം, നിങ്ങൾക്കും ഒരു സന്തോഷം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ അതുപോലെ തന്നെ കമൻസ് ഒക്കെ വളരെ കുറവാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻസും കാര്യങ്ങളും ഇടുക. എന്തെങ്കിലും ഞങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. ഇതിനേക്കാളും പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ. ഉല്ലാസ് ടെക് ആൻഡ് പൊന്നോസ്. ഗുഡ് ബൈ.